പോകുന്ന റൂട്ടിലാണ്. ഇവിടെ ഭയങ്കര നല്ല മനോഹരമാണ് കാണാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ പൊന്മുടി തൂക്കുപാലമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. വളരെ മനോഹരമാണ് ആ പാലം. ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് കുറേ പേര് നിൽക്കുന്നുണ്ട്. ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പൊന്മുടി തൂക്കുപാലം. പന്നിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി 2 ഡാമുകളിൽ ഒന്നായ പൊന്മുടി ഡാമും അതിനോട് ചേർന്നുള്ള മനോഹരമായ തൂക്കുപാലവും. കൂടാതെ മലനിരകൾക്കു നടുവിൽ നിമിഷ നേരം കൊണ്ട് മഴയും മഞ്ഞും മാറി വരുന്ന ഒരു പ്രദേശം. 60 വർഷം മുമ്പ് പൊന്മുടി അണക്കെട്ടിന്റെ സമയത്ത് നിർമ്മിച്ചതാണ് ഈ തൂക്കുപാലം. കേരളത്തിൽ അധികമാർക്കും അറിയാത്ത ഒരു തൂക്കുപാലമാണ് പൊന്മുടി തൂക്കുപാലം. ഈ പാലം വഴി 2 വീലറുകൾക്ക് പുറമെ ചെറിയ 4 വീലറുകൾക്കും പോകാൻ പറ്റും. 2 ഉരുക്ക് വടത്തേലാണ് ഈ പാലം തൂക്കിയിട്ടിരിക്കുന്നത്. പൊന്മുടി അണക്കെട്ടിന്റെ താഴെയായിട്ടാണ് ഈ തൂക്കുപാലം ഉള്ളത്. മഴയില്ലാത്ത സമയത്താണ് നമ്മളിത് കാണുന്നതെങ്കിൽ ഈ പാലത്തിന്റെ അടിയിലൂടെ അധികം വെള്ളങ്ങളൊന്നും ഒഴിച്ചു പോകില്ല. പക്ഷെ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് മഴയുള്ള സമയത്തായതുകൊണ്ട് ഈ വെള്ളമാണെങ്കിൽ എനിക്ക് കാണാമല്ലോ, നല്ല ശക്തിയായിട്ട് ശബ്ദത്തോടെ തന്നെ അടിച്ച് ഒഴുകി പോവുകയാണ്. ഡാം തുറക്കുന്ന സമയത്ത് റിസർവറിലുള്ള വെള്ളം ഇതുവഴി ഒഴുകി പോകാറുണ്ട്. ഈ പാലത്തിൻ്റെ ഒരു വശത്തായിട്ട് കടകളൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്നുണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. പാലത്തിലൂടെ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ടായിരുന്നു. വളരെ സുരക്ഷിതമായ രീതിയിൽ തന്നെയാണ് ഗവൺമെൻറ് ഇപ്പോഴും ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഒരു കേടുപാടുകളുമില്ല. എന്താണേലും വളരെ മനോഹരമായൊരു പാലമാണ്. ആ പാലത്തിൽ നിന്ന് കാണുമ്പോൾ സീനറി അതിനെക്കാണ്ടും മനോഹരമാണ്. നിങ്ങളെല്ലാവരും തന്നെ ഇത് പോയി കാണണം.
ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ വന്ന് കാണണം. ഓക്കെ, അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ